Hi friends and welcome. I hope all of you are fine. Today we are going to discuss the theory psychoanalytic criticism. ഒന്നുകൂടെ സ്പെസിഫിക് ആയി പറയുകയാണെങ്കിൽ ഫ്രൂയിഡിയൻ സൈക്കോ അനലിറ്റിക് ക്രിറ്റിസിസം. Psychoanalytic criticism is a form of literary criticism which uses some of the techniques of psychoanalysis in the interpretation of literature. Literature interpret ചെയ്യാൻ വേണ്ടിയിട്ട് സൈക്കോ അനാലിസിസിൻ്റെ ചില ടെക്നിക്സ് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ സൈക്കോ അനലിറ്റിക് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. എന്താണ് സൈക്കോ അനാലിസിസ്? സൈക്കോ അനാലിസിസ് ഒരു ഫോം ഓഫ് തെറാപ്പിയാണ്, ഒരു കൈൻഡ് ഓഫ് മാനസിക പ്രശ്നങ്ങളെ ചികിത്സിക്കുന്ന ഒരു രീതിയാണ് സൈക്കോ അനാലിസിസ്. ഇത് ഡെവലപ്പ് ചെയ്തത് ആസ് യു നോ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഹി വാസ് ബോൺ ഇൻ 1856 ആൻഡ് ഹി ഡൈഡ് ഇൻ 1939. ഈ ഒരു ചികിത്സാ രീതി എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പേഷ്യൻസിനെ കൊണ്ട് ഒരുപാട് സംസാരിപ്പിച്ചിട്ട് അവരുടെ മൈൻഡിനകത്തുള്ള കുറേ റിപ്രസ്ഡ് ആയിട്ടുള്ള ഇമോഷൻസ്, അടിച്ചമർത്തപ്പെട്ട ഒരുപാട് ഡിസയേഴ്സ്, അതുപോലെ ഒരുപാട് ഫിയേഴ്സ്, ഈ കാര്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവന്ന് മനസ്സിന് ഒരു ആശ്വാസം നൽകുന്ന ഒരു ചികിത്സാ രീതിയാണ് ഈ ഒരു സൈക്കോ അനാലിസിസ് എന്നുള്ള. മെൻ്റൽ പ്രോബ്ലംസ് ചികിത്സിക്കുന്ന ഒരു രീതിയാണ്. ഇതേ ടെക്നിക്സ് ഉപയോഗിച്ചിട്ടുള്ള ലിറ്റററി ടെക്സ്റ്റിനെ അനലൈസ് ചെയ്ത് ടെക്നിക്സിലൂടെ ലിറ്ററേച്ചറിനെ അനലൈസ് ചെയ്യുന്ന രീതിയാണ് സൈക്കോ അനലിറ്റിക് ക്രിറ്റിസിസം. സോ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫ്രൂയിഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫ്രൂയിഡ് അതിൻ്റെ മിക്ക പഠനങ്ങളും അൺകോൺഷ്യസ് മൈൻഡുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കിടക്കുന്നതാണ്. ഓക്കെ, ഈ അൺകോൺഷ്യസ് മൈൻഡിന് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് തന്നെ ഫ്രൂയിഡ് വരുന്നതോട് കൂടിയിട്ടാണ്. അതുവരെ കോൺഷ്യസ് മൈൻഡിനായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നത്. ഫ്രൂയിഡ് പറയുന്നത് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും, നമ്മുടെ എല്ലാ ആക്ഷൻസും അൺകോൺഷ്യസ് മൈൻഡിൻ്റെ ഇൻഫ്ലുവൻസ് മൂലമാണെന്നുള്ളത്. അപ്പം എല്ലാ പ്രവൃത്തികളെയും അൺകോൺഷ്യസ് മൈൻഡ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ലിറ്ററേച്ചറിലേക്ക് വരുന്ന സമയത്ത് ഈ ഫ്രൂയിഡിയൻ ക്രിറ്റിക്സ് എന്ത് ചെയ്യുന്നു? ദേ പേ ക്ലോസ് അറ്റൻഷൻ ടു അൺകോൺഷ്യസ് മോട്ടീവ്സ് ആൻഡ് ഫീലിങ്സ് ഓഫ് ബോത്ത് ദി ഓതർ ആൻഡ് ദി ക്യാരക്ടർ ഡെപ്പിക്റ്റഡ് ഇൻ ദ വർക്ക്. അപ്പോൾ നമ്മൾ ലിറ്ററേച്ചറിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ടെക്സ്റ്റ് അനലൈസ് ചെയ്യുമ്പോൾ അതിലുള്ള ക്യാരക്ടേഴ്സിൻ്റെ അൺകോൺഷ്യസ് മൈൻഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ക്യാരക്ടേഴ്സ് മാത്രമല്ല, അതിൻ്റെ ഓതറുടെയും അൺകോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ പോകുന്നു. അവരുടെ അൺകോൺഷ്യസ് മൈൻഡ് നമ്മൾ ലിറ്ററേച്ചറിലൂടെ അൺകവർ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ക്രിട്ടിക്കൽ ഒരു അനാലിസിസാണ് ആക്ച്വലി. അത്തരമൊരു ടെക്സ്റ്റിനെ വിശകലനം ചെയ്യുന്ന രീതിയാണ് സൈക്കോ അനലിറ്റിക് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഫ്രൂയിഡ് നമ്മുടെ മൈൻഡിനെ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. ഓക്കെ, ഹീ ഡിസ്റ്റിങ്വിഷസ് 3 കോമ്പണൻസ് ഓഫ് ഹ്യൂമൻ സൈക്കി. ഒന്ന് ഈഗോ, അതുപോലെ രണ്ടാമത്തത് സൂപ്പർ ഈഗോ, ദെൻ ഇത്. ഇങ്ങനെ മൂന്നായിട്ടാണ്. അപ്പോൾ ഒരു കുട്ടി ജനിക്കുന്ന ഒരു സമയത്ത് കുഞ്ഞിന് ആക്ച്വലി ഇതായിരിക്കും അവർക്ക് ഡോമിനൻ്റ് ആയിട്ടുണ്ടാകുക. കാരണം ഫുൾ ഓഫ് പ്ലഷർ പ്രിൻസിപ്പിൾസ് ആയിരിക്കും മൈൻഡിൻ്റെ. ആ ഒരു പ്ലഷർ പ്രിൻസിപ്പിൾസ് ഉള്ള മൈൻഡിൻ്റെ ഏരിയയാണ് നമ്മൾ ഇതെന്ന് പറയുന്നത്. ഫുള്ള് ഡിസയേഴ്സ്, ഒരുപാട് ആഗ്രഹങ്ങൾ എല്ലാം കിട്ടണം എന്നൊക്കെയുള്ള ഒരു തോന്നലുണ്ടാകുന്ന ഒരു അത്തരം തോന്നലുകൾ നമ്മളെ തോന്നിപ്പിക്കുന്ന മൈൻഡിൻ്റെ ആ ഭാഗത്തെയാണ് ഇതെന്ന് പറയുന്നത്. ഇറ്റ്സ് ഫുൾ ഓഫ് പ്ലഷർ പ്രിൻസിപ്പിൾസ്. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് കുഞ്ഞിന് ഇങ്ങനെയുള്ള സംഭവം മാത്രമേ ഉണ്ടാവുള്ളൂ. എന്ത് കണ്ടു കഴിഞ്ഞാൽ അത് കിട്ടണം. ഓക്കെ, അത് പാടില്ല, അങ്ങനെയല്ലേ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം ആഗ്രഹിക്കാൻ പാടില്ല എന്നുള്ളത് ഒരു കുഞ്ഞിൻ്റെ മനസ്സിൽ വരില്ല. അതിൻ്റെ കാരണം സൂപ്പർ ഈഗോ എന്ന് പറയുന്ന സംഗതി കുഞ്ഞിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ കാരണം. നമ്മൾ കുറച്ച് വളരുന്നതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്യുന്ന മൈൻഡിൻ്റെ ഭാഗങ്ങളാണ് ഈ സൂപ്പർ ഈഗോ, അതുപോലെ ഈഗോ. സൂപ്പർ ഈഗോ എന്താണ്? അത് നമ്മളെ ഒരുപാട് മോറൽ പ്രിൻസിപ്പിൾസും പല കാര്യങ്ങളും നമ്മളെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്ന് നമ്മളോട് പറയുന്ന മൈൻഡിൻ്റെ ഭാഗമാണ് സൂപ്പർ ഈഗോ. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു സംഭവം നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് സൂപ്പർ ഈഗോ പറയും അങ്ങനെ ചെയ്യരുത് എന്ന് പറയും. ഓക്കെ, അങ്ങനെ ചെയ്യുന്നത് നല്ലതല്ല. അപ്പം തെറ്റായ കാര്യങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ സൂപ്പർ ഈഗോ പറയും അങ്ങനെ ചെയ്യരുത് എന്ന് പറയും. ഓക്കെ, അത് നമ്മളൊരു മനസ്സാക്ഷി എന്നൊക്കെ പറയില്ല, ആ ഒരു സംഭവമാണ് ഈ സൂപ്പർ ഈഗോ. ഇതന്നെ നമ്മുടെ ഈഗോ വരുന്നത്. ഈഗോ ഇതിൻ്റെ രണ്ടിൻ്റെയും മീഡിയേറ്റർ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഈഗോ ഈസ് ആക്ച്വലി ദ കോൺഷ്യസ് മൈൻഡ്, ദ സോഴ്സ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് റാഷണൽ തോട്ട്. ഇപ്പോൾ നമ്മൾ റാഷണലായിട്ട് ചിന്തിപ്പിക്കുന്നതും ചില കാര്യങ്ങളുടെ ഡിസിഷൻ ഒരു മീഡിയേറ്ററായിട്ട്, ഇതിൻ്റെയും ഈഗോ സൂപ്പർ ഈഗോയുടെ ഇടയിൽ ഒരു മീഡിയേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഒരു ഈഗോ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കുറച്ച് തരം താഴ്ന്ന ഉദാഹരണമാണ്, ക്ഷമിക്കാം.
ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ നിങ്ങൾ എസ്പെഷ്യലി ഒരു ബോയിയുടെ കാര്യത്തിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒരു പുഴയുടെയോ അല്ലെങ്കിൽ ഒരു അരുവിയുടെയൊക്കെ തീരത്തൂടെ നടന്നു പോകാമെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു പെൺകുട്ടി കുളിക്കുന്നു. അദ്ദേഹം ഈ നടന്നു പോകുന്ന വ്യക്തി ഈ കുളിക്കുന്നത് അദ്ദേഹത്തിന് നോക്കണമെന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഇത് പറയുന്നത് നോക്കിക്കോ എനിക്ക് കാണണമെന്ന് പറഞ്ഞു കൊടുക്കും. ഇത് ഫുൾ ഓഫ് പ്ലഷർ പ്രിൻസിപ്പിൾസ് ആണല്ലോ. എന്നാൽ അദ്ദേഹത്തിൻ്റെ സൂപ്പർ-ഈഗോ പറയും, അയ്യോ നോക്കാൻ പാടില്ല, കാരണം അത് നമ്മുടെ ധാർമ്മികപരമായിട്ടൊക്കെ തെറ്റല്ലേ ഇങ്ങനെ നോക്കുന്നത്, മൊറലി ഭയങ്കര പ്രശ്നമാണ്, മാത്രമല്ല ഈ നിനക്ക് നല്ല സമൂഹത്തിലൊക്കെ നല്ല വിലയൊക്കെ ഉണ്ട്, നോക്കിക്കഴിഞ്ഞാലൊക്കെ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ മാക്സിമം അതിൽ നിന്ന് ഒഴിവാക്കാൻ സൂപ്പർ-ഈഗോ ശ്രമിക്കും. അവിടെ ആണ് നമ്മുടെ ഈഗോ വർക്ക് ചെയ്യുന്നത്. ഈഗോ പറഞ്ഞു ചിലപ്പം, കാരണം ഇതിൻ്റെ ഒരു ആഗ്രഹം പൂർത്തിയാക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അത് ഒരുപാട് മെൻ്റൽ സ്ട്രെസ് ഉണ്ടാക്കും. അതുകൊണ്ട് ഈഗോ ഒന്ന് മീഡിയേറ്റ് ചെയ്തിട്ട് പറയും, ജസ്റ്റ് ഒറ്റ നോക്കിയിട്ട് ഇങ്ങോട്ട് എടുത്താളാന്ന് പറയും. ഒറ്റ നോട്ടം, അവിടെ ആരും മീഡിയേറ്റ് ചെയ്യും. സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഹൗ ദിസ് Suprer-ego ആൻഡ് ഈഗോ ഓൾ ദീസ് കൈൻഡ്സ് ഓഫ് തിങ്സ് വർക്ക്. നെക്സ്റ്റ് അദ്ദേഹം മൈൻഡിനെ ക്ലാസിഫൈ ചെയ്യുന്നത് മൈൻഡിൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ആ ഒരു രീതി അനുസരിച്ച് അദ്ദേഹം മൈൻഡിനെ ക്ലാസിഫൈ ചെയ്യുന്നത് കോൺഷ്യസ്, സബ് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് എന്ന് പറഞ്ഞിട്ട് മൂന്നായിട്ടാണ്. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അദ്ദേഹം ഒരു ഐസ്ബർഗുമായിട്ടാണ് ഇതിനെ ഫ്രോയിഡ് കമ്പയർ ചെയ്യുന്നത്. നമ്മുടെ മൈൻഡ് ഇങ്ങനെയാണ്, ഒരു ഐസ്ബർഗ് പോലെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പം ഇവിടെ നമ്മുടെ ഇമ്മീഡിയറ്റായിട്ട് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, ചിന്തകൾ, ഇപ്പോൾ നമ്മൾ മൈൻഡിനകത്ത് ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ആ ഒരു മൊമെൻറ്റിലുള്ള കാര്യങ്ങൾ, അതെല്ലാമാണ് ഈ ഒരു ചെറിയ ഭാഗത്ത്. ഇപ്പോൾ ഒരു ഐസ്ബർഗ് ഏതുപോലെയാണോ അതിൻ്റെ കൂടുതൽ ഭാഗം കടലിനടിയിലായിരിക്കും, കുറച്ച് ഭാഗമാണ് പിന്നെ വെള്ളത്തിൻ്റെ മുകളിൽ പൊന്തി നിൽക്കുന്നത്. അപ്പോൾ ആ പൊന്തി നിൽക്കുന്ന ആ ചെറിയ ഏരിയയാണ് മൈൻഡിൻ്റെ കോൺഷ്യസ് ഏരിയ എന്ന് പറയുന്നത്. അത് കുറച്ചുള്ളൂ എന്നാണ് ഫ്രോയിഡ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ മൊമെൻറ്റിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ കോൺഷ്യസ് മൈൻഡിനകത്താണ് നിൽക്കുന്നത്, നമ്മുടെ ദ തിങ്കിങ് ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ദ പ്രസൻറ്റ്. ആൻഡ് പിന്നെ തൊട്ട താഴത്തുള്ള കുറച്ചും കൂടി ബ്രോഡായിട്ടുള്ള ഏരിയ, കോൺഷ്യസിനേക്കാളും കുറച്ചും കൂടി വലിയ ഒരു ഏരിയയാണ് ഈ സബ് കോൺഷ്യസ് ലെവൽ എന്ന് പറയുന്നത്. അവിടെ സ്റ്റോർഡ് ഇൻഫർമേഷൻസ് ആണ്, മെമ്മറീസ്. ഇപ്പോൾ നമ്മൾ ഏത് സമയത്ത് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയ കുറേ ഇൻഫർമേഷൻസ് ഉണ്ട്. ഓക്കെ, അത് ഫുൾ ടൈം നമ്മുടെ കോൺഷ്യസ് മൈൻഡിനകത്ത് നമ്മൾ വെക്കുന്നില്ല. അത് നമ്മൾ ആവശ്യമുണ്ടാകുന്ന സമയത്ത് നമ്മൾ അത് കോൺഷ്യസിലേക്ക് എടുക്കുക ചെയ്യുന്നത്. ഇപ്പോൾ കുറേ ആളുകളുടെ പേരുകൾ നിങ്ങൾക്കറിയാം, ഒരുപാട് സോങ്സ് നിങ്ങൾക്കറിയാം, ഒരുപാട് ഫോൺ നമ്പേഴ്സ് നിങ്ങൾക്കറിയാം. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനകത്തുണ്ട്. അത് നിങ്ങൾക്ക് ഏത് സമയത്തും അത് റിക്കവർ ചെയ്യാൻ കഴിയും. അപ്പം അത്തരം റിക്കവറബിൾ ഇൻഫർമേഷൻസ് ആണ് നമ്മുടെ സബ് കോൺഷ്യസ് മെമ്മറിയിൽ ഉള്ളത്. പിന്നെ ഏറ്റവും വലിയ സ്പേസ് എന്ന് പറയുന്നത് ഈ അൺകോൺഷ്യസ് സ്പേസാണ്. അപ്പോൾ ഈ അൺകോൺഷ്യസ് സ്പേസിനകത്ത് ഉള്ളത്, ഇപ്പോൾ നമ്മൾ ചെറുപ്പം മുതൽ ഇതുവരെ നമ്മൾ അനുഭവിച്ച എല്ലാ സംഭവങ്ങളും അത് എല്ലാം സപ്രസ് ചെയ്ത് കിടക്കുന്ന ഒരു ഏരിയയാണ് ഈ ഒരു അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ നേരത്തെ ഈഗോ സൂപ്പർ-ഈഗോ എന്ന് പറഞ്ഞ സംഗതി നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ പറഞ്ഞല്ലോ ഈ ഒരുപാട് ആഗ്രഹങ്ങൾ, ഒരുപക്ഷെ നമുക്ക് സൊസൈറ്റിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ പണിയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ അത് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ, ഈഗോ മീഡിയേറ്റൊക്കെ ചെയ്തിട്ട് അത് സാറ്റിസ്ഫൈ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത്തരം ഇമോഷൻസ് അല്ലെങ്കിൽ അത്തരം ഡിസയേഴ്സൊക്കെ സപ്രസ് ചെയ്യപ്പെടും. മൈൻഡിനകത്തുനിന്ന് പോവില്ല ആ സംഭവം. ഓക്കെ, അത് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിനകത്തേക്ക് എന്ത് ചെയ്യും, ബറി ചെയ്തിട്ട് അവിടെ സപ്രസ്ഡ് ആയിട്ട് കിടക്കും. യു അണ്ടർസ്റ്റാൻഡ്? ആ സപ്രസ്ഡ് ആയിട്ട് കിടക്കുന്ന ആ ഇമോഷൻസ് ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു പക്ഷേ പുറത്തേക്ക് വന്നേക്കാം. ഓക്കെ, ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ആക്ച്വലി ഇവിടെ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ടെക്സ്റ്റിൽ ഇത്തരം ഓതേഴ്സിൻ്റെയും അതുപോലെ ക്യാരക്ടേഴ്സിൻ്റെയും അൺകോൺഷ്യസ് മൈൻഡിനകത്ത് ബറി ചെയ്ത ഏതെങ്കിലും സംഗതികൾ എപ്പോഴെങ്കിലും ഇത് അറിയാതെ പുറത്തേക്ക് വരും എന്നുള്ളതാണ്. മിക്കവാറും ഡ്രീമിലൊക്കെയാണ് വരുന്നത്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് ഈ അൺകോൺഷ്യസ് മൈൻഡിനകത്തുള്ളത്? നമ്മുടെ ഒരുപാട് ഭയങ്ങൾ ഉണ്ടാകാമുണ്ടോ, ഫിയേഴ്സ്. ഇപ്പോൾ എന്തെങ്കിലും ചെറുപ്പത്തിലൊക്കെ നിങ്ങൾ പേടിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും വസ്തുവിനെ കുറിച്ചിട്ടൊക്കെ പേടിച്ചിട്ടുണ്ടെങ്കിൽ, അതൊക്കെ നിങ്ങളുടെ അൺകോൺഷ്യസ് മൈൻഡ്, നിങ്ങൾ ആ പർട്ടിക്കുലർ സംഭവം മറന്നുപോയിട്ടുണ്ടാവാം, ഇപ്പം നിങ്ങൾ അതിനെക്കുറിച്ച് ഓർക്കുന്നുണ്ടാവില്ല. പക്ഷേ ഏതെങ്കിലും സമയത്ത് അത് ആ ഫിയേഴ്സൊക്കെ നിങ്ങളുടെ മൈൻഡിലേക്ക് വരും, കോൺഷ്യസിലേക്കും വരും. ചിലപ്പം ഡ്രീമിലൊക്കെ ആവാം. ഓക്കെ, അപ്പോൾ അതാണ് ഫിയേഴ്സ് ഉണ്ടാവും, വയലൻറ്റ് മോട്ടീവ്സ്, അൺആക്സെപ്റ്റബിൾ സെക്ഷൽ ഡിസയേഴ്സ്. പല സെക്ഷൽ ഡിസയേഴ്സും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ ഇത്തരം സംഭവങ്ങളൊക്കെ നമ്മുടെ മൈൻഡിലുണ്ടാവും. ഓക്കെ, ഈ അൺകോൺഷ്യസ് മൈൻഡിനകത്ത് ഉണ്ടാവും. ഇറാഷണൽ വിഷസ്, ഒരിക്കലും ആഗ്രഹിക്കാൻ പറ്റാത്ത പല ആഗ്രഹങ്ങൾ,
ഇമ്മോറലായിട്ട് നമ്മൾ ചിന്തിച്ച ഒരുപാട് കാര്യങ്ങൾ, ഷെയിംസ്ഫുൾ എക്സ്പീരിയൻസസ്, സെൽഫിഷ് നീഡ്സ്, എവ്രിതിങ് ഇറ്റ് ഈസ് ദെയർ ബറീഡ്, ഇറ്റ് ഈസ് ബറീഡ് ഇൻ യുവർ അൺകോൺഷ്യസ് മൈൻഡ്. ഓക്കെ, ദാറ്റ്സ് വാട്ട് ഫ്രൂയിഡ് സേസ്. നമ്മുടെ ഈ സൈക്കോ അനാലിസിസ് തിയറി തന്നെ ബേസ് ചെയ്തിട്ടുള്ള ഈ ഒരു സംഗതിയിൽ അൺകോൺഷ്യസ് മൈൻഡിൽ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ആദ്യം പറഞ്ഞ മൈൻഡിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇനി ഫ്രൂയിഡിനെ പറയുന്ന സമയത്ത് നമ്മൾ ഓർക്കേണ്ട 2 ടേംസാണ് റിപ്രഷൻ, അതുപോലെ സബ്ലിമേഷൻ എന്ന് പറയുന്ന 2 ടേംസ്. റിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഒരുപാട് ആഗ്രഹങ്ങൾ ഞാൻ പറഞ്ഞു, ഒരുപാട് മാനസികമായിട്ട് നമ്മൾ നേരിടുന്ന ഒരുപാട് കോൺഫ്ലിക്ട്സ്, ഡിസയേഴ്സ്, ഫിയേഴ്സ്, ട്രോമാറ്റിക് പാസ്റ്റ് എന്നൊക്കെ നമ്മളെ ഭീതിപ്പെടുത്തുന്ന ഒരുപാട് ഈ ഈവൻറ്റുകൾ, ഇതെല്ലാം മൈൻഡിലേക്ക്, നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിനകത്തേക്ക് അടിച്ചമർത്തപ്പെടുന്ന ആ ഒരു പ്രക്രിയയെ പറയുന്നതാണ് റിപ്രഷൻ. റിപ്രസ് ചെയ്യാന്നാണ് പറയാം. ഇതെല്ലാം മൈൻഡിലേക്ക് എവറിത്തിങ് ദാറ്റ് ഈസ് ദാറ്റ് യു ഡോണ്ട് ലൈക്ക് ടു റിമെമ്പർ ക്യാൻ ബി റിപ്രസ്ഡ് ഇൻ ടു യുവർ അൺകോൺഷ്യസ് മൈൻഡ്. ദെൻ അടുത്തത് സബ്ലിമേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ റിപ്രസ്ഡ് ആയിട്ടുള്ള ഈ മെറ്റീരിയൽസ് ഉണ്ട്, റിപ്രസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അൺകോൺഷ്യസ് മൈൻഡിനകത്തേക്ക് നമ്മൾ കുറേ സംഭവങ്ങൾ തള്ളി വിട്ടെന്ന് പറഞ്ഞു. അതാണ് ഈ റിപ്രസ്ഡ് മെറ്റീരിയൽസ്. ഇതെല്ലാം എന്ത് ചെയ്യും, ഇറ്റ് മേ ബി പ്രൊമോട്ടഡ് ഇൻ ടു സംതിങ് ഗ്രാൻഡർ ഓർ ഈസ് ഡിസ്റ്റിങ്വിഷ്ഡ് ആസ് സംതിങ് നോബിൾ. ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ കുറച്ച് നല്ല കാര്യമായിട്ട് ഒരു പക്ഷേ എക്സ്പ്രസ്ഡ് ആയി പോകും. ആ നിങ്ങളുടെ അൺകോൺഷ്യസ് മൈൻഡിനകത്തേക്ക് ബറി ചെയ്യപ്പെട്ട കാര്യങ്ങൾ അതേപോലെ തന്നെ കോൺഷ്യസ് മൈൻഡിനകത്തേക്ക് വന്നോളണമെന്നില്ല. പക്ഷേ പല മോഡലിൽ ഒരു പക്ഷേ എക്സ്പ്രസ്ഡ് ആവും. ഉദാഹരണം പറയുന്നത്, ഫ്രൂയിഡ് പറയുന്ന ഒരു ഉദാഹരണമാണ്. ഇപ്പോൾ ഈ സെക്ഷൽസ്, ഫ്രൂയിഡിൻ്റെ എല്ലാ തിയറീസിലും സെക്സ് ഒരു ഭയങ്കര സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് സെക്ഷലായിട്ടുള്ള എല്ലാ ഉദാഹരണങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അടുത്തത് അത് പറയുന്നത് എങ്ങനെ, ഉദാഹരണം സെക്ഷൽ ഏർജസ്, നമ്മളെ സപ്രസ്ഡ് ആയിപ്പെട്ട നമ്മൾ ആഗ്രഹിച്ച സെക്ഷൽ ഏർജസുകൾ, ഇതെല്ലാം ഒരു പക്ഷേ ഇൻറ്റൻസ് റിലീജിയസ് എക്സ്പീരിയൻസ് ആയിട്ടൊക്കെ ചില ആൾക്കാരെ എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, ഉള്ളിലുള്ള പല സെക്ഷൽ ഏർജസിനെയും അതേപോലെ പുറത്ത് വരാതെ ഈ അത്തരം ഏർജസിലുള്ള ആളുകൾ ഭയങ്കര റിലീജിയസ് ആയിട്ടൊക്കെ വരുന്നതാണ്. അപ്പോൾ ആ ഒരു സംഭവത്തെ അവർ വേറൊരു രീതിയിലേക്ക് ചാനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മൾ അത് നമ്മൾ പറയുന്നുണ്ട് എങ്ങനെയാണത് സംഭവിക്കുന്നത് എന്നുള്ളത്. Then many of Freud's ideas concern aspects of sexuality. ഞാൻ പറഞ്ഞ സംഭവമാണിത്. Freud developed the controversial concept infantile sexuality. It is the notion that sexuality begins not at puberty with physical maturing but in infancy, especially through the infant's relationship with the mother. ഫ്രീഡ് ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ കോൺട്രവേഴ്ഷ്യൽ കോൺസെപ്റ്റാണ് ഈ ഇൻഫാൻറ്റൈൽ സെക്ഷുവാലിറ്റി എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ വാദം സെക്ഷുവാലിറ്റി തുടങ്ങുന്നത് നിങ്ങൾ മെച്ചൂർഡ് ആകുന്ന സമയത്തോ അല്ലെങ്കിൽ പ്യൂബർട്ടി വരുന്ന സമയത്തോ ഒന്നുമല്ല. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം പറയുന്നു സെക്ഷുവാലിറ്റി ബിഗിൻ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇൻഫാൻസിയിൽ തന്നെ വരുന്നുണ്ട്. അത് നമ്മുടെ അമ്മയുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ പോലും സെക്സ് ഉണ്ട് എന്നാണ് ഫ്രൂയിഡിൻ്റെ വാദം. ഇതുകൊണ്ട് തന്നെ പല ആളുകളും ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. പല ആളുകൾക്ക് അത് ഒരു പക്ഷേ ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് കൊണ്ടാവാം. ഈവൻ ദ ബ്രസ്റ്റ് ഫീഡിങ് ഒക്കെ ഒരു സെക്ഷൽ ആക്റ്റായിട്ടാണ് ഫ്രൂയിഡ് കാണുന്നത്. അപ്പോൾ അത് നമ്മളൊരു ഇന്നത്തെ പോലെയുള്ള ഒരു രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സെക്സ് ആവണമെന്നില്ല, മറിച്ച് പ്ലഷർ കിട്ടുന്ന എന്തും, ഫ്രൂയിഡ് അങ്ങനെയാണ് പറയുന്നത്, പ്ലഷർ കിട്ടുന്ന എന്തും ഒരു സെക്ഷൽ ആയിട്ടുള്ളൊരു ആക്റ്റായിട്ടാണ് ഫ്രൂയിഡ് കാണുന്നത്. അതുകൊണ്ടാണ് ആ ബ്രസ്റ്റ് ഫീഡിങ് ഇറ്റ് ഗീവ്സ് പ്ലഷർ ടു ദ ചൈൽഡ്, സോ ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് സെക്സ് എന്ന് ഫ്രൂയിഡ് കരുതുന്നു. അപ്പോൾ ഈ ഒരു ഇൻഫാൻറ്റൈൽ സെക്സ്വാലിറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് ഈഡിപ്പസ് കോംപ്ലക്സ്. ഫ്രൂയിഡിൻ്റെ തിയറി പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഗതിയാണ് ഈഡിപ്പസ് കോംപ്ലക്സ്. ഇതും ഇൻഫാൻറ്റൈൽ സെക്സ്വാലിറ്റിയുമായിട്ട് കണക്റ്റഡ് ആണ്. എന്താണ് ഈഡിപ്പസ് കോംപ്ലക്സ്? ഈഡിപ്പസ് കോംപ്ലക്സ് ആൺകുട്ടികളുടെ ലവ് ആണ്, ദ ലവ് ഫോർ ദി മദർ. ഓക്കെ, ദ ലവ് ഫോർ ദി മദർ ഈസ് ഡോമിനൻറ്റ് തീം ഇൻ ദ ചൈൽഡ്സ് സൈക്കി. കുട്ടിയായിരിക്കുന്ന സമയത്ത് മെയിൽ ചൈൽഡിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു ഏറ്റവും വലിയൊരു ഒരു വികാരമാണ് ദ ലവ് ഫോർ ദി മദർ എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഈഡിപ്പസ് കോംപ്ലക്സ് എങ്ങനെ ഉണ്ടാവുന്നത് എന്നുള്ളത് നോക്കാം. Soon the child begins to see his father as a rival for the mother's love. The father restricts the child's expression of love through a threat of castration എന്നാണ് പറയുന്നത് ഫ്രീഡ്. അമ്മയോടായിരിക്കും കുട്ടിക്ക് കൂടുതൽ സ്നേഹം എന്ന് പറയുന്നു. ആ ഒരു സ്നേഹത്തിൻ്റെ എതിരെ, അതിൻ്റെ ഒരു റൈവലായിട്ട് ഈ കുട്ടിക്ക് അമ്മയുടെ സ്നേഹം കിട്ടുന്നതിന് ഒരു തടസ്സമായിട്ട് നിൽക്കുന്ന ഫിഗറായിരിക്കും
ഫാദറിന് ആ രൂപത്തിലായിരിക്കും മെയിൽ ചൈൽഡ് കാണുക. അതുകൊണ്ട് തന്നെ ഫാദർ വിൽ ഓൾവേസ് ബി കൺസിഡർഡ് ആസ് എ റൈവൽ ആസ് ഫാർ ആസ് ദി ചൈൽഡ് ഈസ് കൺസേൺഡ്. യു അണ്ടർസ്റ്റാൻഡ്? പ്രത്യേകിച്ചും ഫാദറിനെ കുട്ടി ഭയക്കുന്നു ബിക്കോസ് ദ ഫാദർ ക്യാൻ കാസ്ട്രേറ്റ്. കാരണം വീട്ടിലൊരു ഫീമെയിൽ ചൈൽഡ് ഉണ്ടെങ്കിൽ ദ ഫീമെയിൽ ചൈൽഡ് ഹാസ് നോ പീനസ്. യു അണ്ടർസ്റ്റാൻഡ്? സോ ദ ബോയ് ചൈൽഡ് assumes that it was castrated by father. So ഫാദറും ഇങ്ങനെ അവൻ്റെ പീനസും കസ്ട്രേറ്റ് ചെയ്യുമെന്നുള്ള ഒരു ഫിയർ അവൻ്റെ ഉള്ളിൽ വരുന്നു എന്നൊക്കെ പറയുന്നു അദ്ദേഹം, ഫ്രൂയിഡ്. സോ ദർ ഇസ് എ ത്രെറ്റ് ഓഫ് കാസ്ട്രേഷൻ. അതുകൊണ്ട് തന്നെ ദ ചൈൽഡ് therefore begins to develop fantasies of killing his father so that he will have no rival for his mother's love. അങ്ങനെ കുട്ടിയുടെ ഉള്ളിൽ അച്ഛനെ കൊല്ലണമെന്ന ഒരു ചിന്ത വരുന്നു എന്ന് ഫ്രൂയിഡ് പറയുന്നു. ഓക്കെ, ദർ ഇസ് എ അദ്ദേഹത്തിന് അത് ആ ഒരു സംഭവം ഒരു പക്ഷേ കുട്ടിയുടെ കോൺഷ്യസ് മൈൻഡിനകത്ത് ഫുൾ ടൈം ഇങ്ങനെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. കുട്ടിയെ എനിക്ക് അച്ഛനെ കൊല്ലണം, അച്ഛനെ കൊല്ലണം. പക്ഷേ such a desire is there which is suppressed, which is repressed in the child's unconscious mind. You understand? This is there in his unconscious mind, the child's unconscious mind. ഇതാണ് അൺകോൺഷ്യസ് മൈൻഡിനകത്തേക്ക് ബറി ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളിൽപ്പെട്ടൊരു കാര്യം. the thinking that the child has എന്ത് അച്ഛനെ കൊല്ലണം എന്നുള്ള ആ ഒരു ചിന്ത കുട്ടിയുടെ മൈൻഡിനകത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കൊല്ലണം എന്നുള്ള ആ ഒരു ഉള്ളിലുള്ള ആ ഒരു ചിന്ത, പക്ഷേ ആക്ച്വലി അദ്ദേഹത്തിന് കൊല്ലാൻ കഴിയില്ല. കോൺഷ്യസ് മൈൻഡ് പറയുന്നു ഒരിക്കലും ഇത് കൊല്ലാൻ സാധിക്കില്ല, കാരണം ഒരിക്കലും അച്ഛനെ കൊല്ലുക എന്നുള്ളത് ആക്സെപ്റ്റബിൾ അല്ല. അപ്പോൾ കോൺഷ്യസ് മൈൻഡ് അദ്ദേഹത്തെ നേർവഴിയിലേക്ക് കൊണ്ടുപോകും, കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്, ഈഗോയുടെ ഒക്കെ പ്രവർത്തനം മൂലം. സൂപ്പർ ഈഗോ ഒക്കെ വർക്ക് ചെയ്തിട്ട് ഒരിക്കലും അച്ഛനെ കൊല്ലാൻ ഒരു കുട്ടി തയ്യാറാവില്ല. പക്ഷേ ഇറ്റ് ഈസ് ദെയർ ഇൻ ഹിസ് അൺകോൺഷ്യസ് മൈൻഡ് എന്നുള്ള. പക്ഷേ ഇത് പല സമയത്തും ഇത് അറിയാതെയൊക്കെ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നുണ്ട്. ലിറ്ററേച്ചറിലൂടെയൊക്കെ ഒരു പക്ഷേ ഇത് എക്സ്പ്രസ് ചെയ്യപ്പെട്ടേക്കാം, ഡ്രീമിലൂടെ എക്സ്പ്രസ് ചെയ്യപ്പെട്ടേക്കാം, പല കാര്യങ്ങളിലൂടെയും അത് എക്സ്പ്രസ് ചെയ്യപ്പെട്ടേക്കാം. അപ്പോൾ അങ്ങനെ മൈൻഡിനകത്തൊരു കോംപ്ലക്സ് നടക്കുന്നുണ്ട്, ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഫ്രോയിഡ് ഫേമസ്ലി കോൾഡ് Oedipus Complex. ഇനി അവിടെ കൂടുതൽ അതിനെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? Soon the child sees the father as possessing the great power, and because he can castrate, shift in focus takes place. പിന്നീട് ഫാദറിനെ അദ്ദേഹം കാണുന്നത് ഒരു ഗ്രേറ്റ് പവറിൻ്റെ സോഴ്സായിട്ടാണ്. ഫാദറിനാണ് വീട്ടിൽ ഏറ്റവും കൂടുതൽ അധികാരമുള്ളത് എന്ന് അവൻ കാണുന്നു. അങ്ങനെ അമ്മയിൽ നിന്നും അവൻ എന്ത് ചെയ്യുന്നു, ആ ഒരു ആഗ്രഹം ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ആ ഒരു അമ്മയുമായിട്ടുള്ള ഒരു ഡിസയർ അദ്ദേഹം ഒഴിവാക്കുന്നു. ബിക്കോസ് ഹീ ക്യാൻ സീ ഫാദറിൻ്റെ റോൾ മോഡലാകാൻ പിന്നീട് അവൻ ശ്രമിക്കുന്നുണ്ട്. Then the desire for mother is shut away in the unconscious when the child accepts the Lord that he should not make love to his mother. അമ്മയുമായിട്ട് ലവ് മേക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള ആ ഒരു കൾച്ചറൽ ലോ അവൻ മനസ്സിലാക്കുകയും അതോടുകൂടിയിട്ട് ആ ഒരു ആഗ്രഹം, ആ ഒരു ഡിസയർ അവൻ്റെ അൺകോൺഷ്യസ് മൈൻഡിനകത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോബഡി ഈസ് ഡിസയറിങ് their mother, you know that it's a fact, but Freud says that it was there when you were a child, but it is there in your unconscious mind now. Unconscious mind-നകത്ത് ഈ സംഭവം ഉണ്ട്, പക്ഷെ അത് നിങ്ങൾ അറിഞ്ഞോളണമെന്നില്ല. അതറിയാതെ പല സമയത്തും പുറത്തു വരുന്നുണ്ട് ഡ്രീമിലൂടെ എല്ലാം എന്ന് ഫ്രോയിഡ് പറയുന്നു. The next term which is associated with Freud is libido. Okay, ഇതും ഇൻഫാൻറ്റൈൽ സെക്ഷുവാലിറ്റിയുമായിട്ട് റിലേറ്റഡ് ആണ്. ഫ്രോയിഡ് പ്രപ്പോസ് ദാറ്റ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഇൻ childhood takes place during five psychological stages, psychosexual rather stages, which are the oral, anal, phallic, latency and genital stages. During each stages, sexual energy or libido is expressed in different ways and through different parts of the body. These are called psychosexual stages. You understand anything? Then പറയുന്നത് ഈ സെക്ഷൽ ഡെവലപ്മെൻറ്റ് or the personality development, not rather പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ചൈൽഡ്ഹുഡിൽ നിന്ന് തന്നെ തുടങ്ങുന്നുണ്ട്. അത് 6 പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ സ്വാധീനിക്കുന്നതാണെന്ത് 5 സൈക്കോസെക്ഷൽ സ്റ്റേജസ്. ഈ സ്റ്റേജസിലൂടെ എല്ലാവരും കടന്നു പോരുന്നു. ഇതാണ് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയെ തന്നെ ഡിസൈഡ് ചെയ്യുന്നത് എന്ന് പറയുന്നു ഈ ലിബിഡോ എന്ന് പറയുന്ന സംഭവം. ഓക്കെ,
എന്നാണ് ലിബിഡോ ഒരു സെക്ഷൽ എനർജി എന്നുള്ള രൂപത്തിലാണ് ഫ്രോയിഡ് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എനർജി. എനിവേ അങ്ങനെ നമ്മൾ ആലോചിച്ചാൽ മതി. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എനർജി. അപ്പോൾ ഒരു കൈൻഡ് ഓഫ് പ്ലഷർ, നമുക്ക് പ്ലഷർ നൽകുന്ന ഒരു സംഭവമാണ് ലിബിഡോ, അങ്ങനെ ആലോചിക്കാം. ഓക്കെ, അപ്പോൾ കുട്ടി കുഞ്ഞായി അപ്പോൾ ഈ 5 സ്റ്റേജ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നാമത്തെ സ്റ്റേജ് ഓറൽ, 2 അനൽ, ഫാലിക്, ലേറ്റൻസി ആൻഡ് ജെനിറ്റൽ സ്റ്റേജസ്. ഇങ്ങനെയാണ്. ഇതാ അവിടെ നമ്മൾ കാണുന്നു. ഫസ്റ്റ് ഈ കുട്ടി 1 വർഷം മുതൽ ജനിച്ചിട്ട് 1 വർഷം വരെയുള്ള ഒരു സമയമാണ് ഈ ഓറൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അവിടെ ആ സമയത്ത് കുട്ടിക്ക് പ്ലഷർ കിട്ടുന്ന ഏരിയ എന്ന് പറയുന്നത് കുട്ടിയുടെ മൗത്തായിരിക്കും. ഹി ഗെറ്റ്സ് പ്ലഷർ ഫ്രം ഹിസ് മൗത്ത്. സോ ലിബിഡോ, ഇങ്ങനെ പറയാം, ലിബിഡോ ഈസ് സെൻറ്റേർഡ് ഓൺ ദി മൗത്ത് ഡ്യൂറിങ് ദിസ് പീരീഡ് ഫ്രം ബർത്ത് ടു 1 ഇയർ. എന്ത് കിട്ടിക്കഴിഞ്ഞാലും കുട്ടി അത് വായിലിടാനുള്ളൊരു ടെൻഡൻസിയാണ് ഉണ്ടാവുക. ബ്രസ്റ്റ് ഫീഡിങ്, ആസ് യു നോ, എവറിത്തിങ്. എന്ത് കിട്ടിക്കഴിഞ്ഞാലും അത് മൗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ടെൻഡൻസി കുട്ടികളിൽ കാണാൻ പറ്റും. അപ്പം ദ ചൈൽഡ് ഗെറ്റ്സ് പ്ലഷർ ത്രൂ ദ മൗത്ത്, റൈറ്റ്. ദെൻ സെക്കൻഡ് വരുന്നത് അനൽ സ്റ്റേജ്, 1 to 3 years ആണ്. ആ സമയത്ത് കുട്ടി പ്ലഷർ കിട്ടുന്നത് ഈ ഇപ്പം നമ്മൾ കുട്ടികൾ വിസർജിക്കുന്ന സമയത്തൊക്കെ ഫ്ലൂയിഡ് അങ്ങനെ പറയുന്നു. വിസർജിക്കുന്ന സമയത്തൊക്കെ ഈ സ്റ്റൂൾ ഹോൾഡ് ചെയ്തുകൊണ്ടൊക്കെ ഒരു പ്ലഷർ കുട്ടിക്ക് കിട്ടുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് എന്ത് ചെയ്യുന്നു? ലിബിഡോ ബിക്കംസ് ഫോക്കസ്ഡ് ഓൺ ദി അനസ്. ലിബിഡോ ബിക്കംസ് ഫോക്കസ്ഡ് ഓൺ ദി അനസ്. ദെൻ നെക്സ്റ്റ് അദ്ദേഹം പറയുന്നത് ഫാലിക് സ്റ്റേജ് എന്നുള്ള 3 years to 6 years വരുന്ന ആ ഒരു സമയത്തെ ഫാലിക് സ്റ്റേജ് എന്നാണ് ഫ്രോയിഡ് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ ഈ പ്ലഷർ, ലിബിഡോ സെൻറ്റേർഡ് ആയിരിക്കുന്നത് നമ്മുടെ ജെനിറ്റൽസിൽ തന്നെയാണ് ലിബിഡോ പ്ലഷർ സെൻറ്റേർഡ് ആയിരിക്കുന്നത് എന്ന് ഫ്രോയിഡ് പറയുന്നു. ആ സമയത്താണ് കുഞ്ഞ് സെക്ഷൽ ഡിഫറൻസിനെ കുറിച്ചിട്ടൊക്കെ ചിന്തിക്കുന്നത്. ആൺകുട്ടികൾ അവരുടെ ജെനിറ്റൽസും പെൺകുട്ടികൾ അവരുടെ ജെനിറ്റൽസും അത് തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ചൊക്കെ ആ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട് എന്ന് ഫ്രോയിഡ് പറയുന്നു. 3 to 6 years. ദെൻ ലേറ്റൻസി സ്റ്റേജാണ് 6 to പ്യൂബേർട്ടി വരെയുള്ള കാലഘട്ടത്തെ ഫ്രോയിഡ് പറയുന്നത്. ആ ഒരു കാലഘട്ടം ആക്ച്വലി ഈ സെക്ഷൽ ആയിട്ടുള്ള ഈ ഒരു സംഭവം, ഈ ഒരു ലിബിഡോ ഇനാക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, പ്ലഷർ കിട്ടുന്ന. അപ്പോൾ ആ സമയത്ത് ലിബിഡോയെ കുട്ടി വേറെ പല രീതിയിലേക്കും ചാനലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെയാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റിയുടെ ഡെവലപ്മെൻറ്റും എല്ലാം കൂടെ വരുന്നത്. നിങ്ങൾ ലിബിഡോയെ ഏത് രൂപത്തിൽ ചാനലൈസ് ചെയ്യുന്നു എന്ന്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കൈൻഡ് ഓഫ് എനർജിയാണ് ഈ ലിബിഡോ. ഇറ്റ്സ് എൻ എനർജി. അപ്പോൾ ആ ഒരു എനർജി കുട്ടി അവിടെ സെക്ഷലായിട്ടല്ല വരുന്നത്. ആ എനർജി അത് പല കളികളിലൂടെയും പല ആക്ടിവിറ്റികളിലൂടെയും പഠനങ്ങളിലൂടെയും എല്ലാം എന്ത് ചെയ്യുന്നു? ചാനലൈസ് ചെയ്യുന്നു ആ ഒരു എനർജിയെ. അതാണ് ഈ ഒരു 6 to പ്യൂബർട്ടി വരെയുള്ള കാലഘട്ടത്തിൽ ലിബിഡോക്ക് സംഭവിക്കുന്നത്. ലിബിഡോ സെക്ഷൽ എനർജി ആയിട്ട് കിടക്കുന്നില്ല. ആ സെക്ഷൽ എനർജി ഇനാക്റ്റീവായിട്ട് അത് മറ്റുള്ള പല ആക്ടിവിറ്റീസുകളിലൂടെയും പുറത്തു വരുന്നു. യു അണ്ടർസ്റ്റാൻഡ്? ദെൻ അവസാനത്തെ സ്റ്റേജായിട്ട് പറയുന്നത് 5th സ്റ്റേജാണ് ജെനിറ്റൽ സ്റ്റേജ്. അത് ചൈൽഡ് മെച്യൂർഡ് ആവുന്ന സമയത്താണ് ആ ഒരു സ്റ്റേജ് ആരംഭിക്കുന്നത്. അവിടെ എന്താണ് ആക്ച്വലി നമ്മൾ പ്യൂബർട്ടി ആവുന്നത് മുതൽ അഡൽട്ട്ഹുഡ് വരെയുള്ള ആ ഒരു കാലഘട്ടമാണ് ജെനിറ്റൽ. അത് മെച്യൂർഡ് സെക്ഷൽ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു കാലഘട്ടം ആണ്. ഓക്കെ, ദെൻ ഇനി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ, കുറച്ച് ഫ്രോയിഡിൻ്റെ ഡ്രീമുമായി ബന്ധപ്പെട്ട സ്റ്റോറീസും കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. സോ ഐ തിങ്ക് ദാറ്റ് we can discuss in the next part. Okay, so wait for that. Thank you for watching.